ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രഹസനം കാണിക്കുന്നത് ഫിലിം കാണാൻ പോകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഒരാഴ്ച ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വിലയിരുത്തുന്ന സമയത്താണ് ഞാൻ സാധാരണ ഫിലിം കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോകുന്നതോ. കാരണം രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതൊരു റൊട്ടേഷൻ പോലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല, 10 മിനിറ്റ് പോലും സ്പെൻഡ് ചെയ്യാൻ മാറ്റി വെച്ചില്ല എന്ന് തോന്നുന്ന സമയങ്ങളിലാണ് ഒന്നുകിൽ ഫിലിമിന് പോകും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ പോകും. അപ്പോൾ അങ്ങനൊരു ദിവസമാണ് ഇത്. ഇപ്പോൾ നമ്മൾ ഓച്ചിറ സായി കോംപ്ലക്സിലോട്ടാണ് പോയത്. ആ തിയേറ്റർ വന്നതിന് ശേഷം ഞാനവിടെ പോയിട്ടില്ല ഫിലിം കാണാൻ. പുതിയ തിയേറ്ററാണ്, അപ്പോൾ നമ്മളവിടെ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ തന്നെ പോയി ഫിലിം കാണാമെന്ന്. ഫിലിം എനിക്കത്ര അങ്ങോട്ട് 2.5 മണിക്കൂർ കണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ എനിക്കതിനെ അങ്ങോട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ തിയേറ്റർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് ഓച്ചിറ റീക്രിയേഷനാണ്, അതെല്ലാം അവർ വരച്ച് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, തിയേറ്ററിൻ്റെ ആംബിയൻസ്. പിന്നെ നമ്മൾ കാണാൻ പോയ ഫിലിം പള്ളിച്ചട്ടമ്പിയായിരുന്നു. അതിൽ സർപ്രൈസായിട്ട് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജിൻ്റെ എൻട്രി ആയിരുന്നു. ഞാനൊരു നെഗറ്റീവ് റോളിലൊന്നും പൃഥ്വിരാജിനെ അതിൽ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോ അതെനിക്കൊരു സർപ്രൈസായിരുന്നു. നിങ്ങൾ ഫിലിം കണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കൂട്ട് നിങ്ങളും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്നും കമൻറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ട് ടൈം വേണം എന്ന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം.